Dear students, yes, welcome back to our PYQ's Reverse Engineering series. നമുക്കറിയാം ഇത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ PYQs സോൾവ് ചെയ്ത് ബി എ മാസ്റ്റർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ആർട്ട്. ബിക്കോസ് UPSC ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ 120 മിനിറ്റ്സിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആക്യുറസിയോടുകൂടി സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. Let's decode what are the traps and tricks, techniques UPSC set in the prelims papers. Yes, coming to this, നമ്മുടെ കൂടെ ഇന്ന് ജാസിം സാർ, അൽത്താഫ് സാറൊക്കെ ഉണ്ട്. അഗെയിൻ ഹിസ്റ്ററിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. Consider the following statements about the Charter Act 1813. അപ്പോൾ നമുക്കറിയാം ഈ ആക്ട്സ് ഒക്കെ UPSCക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരെ റിപ്പീറ്റഡ്ലി അവർ ചോദിക്കുന്നുണ്ട്. പ്രൊവിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ചാർട്ടർ ആക്ട് 1813 ആണ്. Ended trade monopoly of East India Company, asserted sovereignty of British Crown over the Indian territories held by company. Revenues of India were now controlled by British Parliament. ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം ഈ പറയുന്ന സോക്കോൾഡ് ഈ പവർ ഷിഫ്റ്റ് സംഭവിക്കുന്നത് 1858 ആക്ടിലാണ്, ശരിയല്ലേ? അതുവരെ കമ്പനിയാണ് റൂൾ ചെയ്യുന്നത്. സോ റവന്യൂസ് ഓഫ് ഇന്ത്യ വർ നൗ കൺട്രോൾഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ്. അത് കുറേയും കൂടി ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഈ 1857 റിവോൾട്ട് ഒക്കെ സംഭവിച്ച് അതിനുശേഷം കമ്പനി സ്ക്രാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ക്രൗണിലേക്ക് പവർ ഷിഫ്റ്റ് സംഭവിക്കുന്നു. ദെൻ ദർ ഈസ് ഡയറക്റ്റ് കൺട്രോൾ ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ്. സോ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയാമെന്നുണ്ടെങ്കിൽ വി ഓട്ടോമാറ്റിക്കലി കം അപ്പ് വിത്ത് ദ ആൻസർ. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യും. ബിയും സിയും ഡി എല്ലാം എലിമിനേറ്റ് ചെയ്യും. വി വിൽ കം അപ്പ് വിത്ത് ദിസ് 1 and 2 ഓൺലി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സാറേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും. യെസ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് എംഫസൈസ് കൊടുക്കുന്ന ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എംഫസൈസ് കൊടുക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. സംഹൗ ഈ ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് കമ്പനി റൂളിനെയും ക്രൗൺ റൂളിനെയും ആണെന്നുള്ള ഒരു ഐഡിയ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആ ഒരു കോൺട്രഡിക്ഷൻ കൂടെ എന്റെ അകത്തുണ്ട്. ഓരോവർ ഈ ആക്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക് അറിഞ്ഞു വെക്കാം. 1813 റൂറലൈസേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് ലീഡ് ചെയ്യുന്ന ആക്ട്. അതുപോലെ തന്നെ സെൻട്രലൈസേഷൻ 1833. അപ്പൊ അതിന്റെ തീം പിടിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സാറ് പറഞ്ഞ പോലെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇറ്റ്സ് മൂവ്മെന്റ്സ് ആണ്, ഓർഗനൈസേഷൻസ് ആൻഡ് ലീഡേഴ്സ് ആണ്. ഓർഗനൈസേഷൻസ് ആൻഡ് ലീഡേഴ്സ്. സോ ദർ ഈസ് ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ്, ഓൾ ഇന്ത്യ കിസാൻ സഭ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ഇപ്പൊ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സൗത്തിലേക്ക് വരുമ്പോൾ രാമസ്വാമി നായ്ക്കരും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ. സോ ഒബിയസ്ലി 3 വരുന്നത് നമുക്ക് സിയിലും ഡിയിലും വരുന്നുണ്ട്. 1 and 2 നമ്മൾ സ്ട്രേറ്റ് അവേ എലിമിനേറ്റ് ചെയ്തു. ഇതിപ്പോ ഒന്ന് നോക്കേണ്ടത് 2 അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഇനിയിപ്പോ ഒന്ന് ഫസ്റ്റ് വൺ ഓക്കെ, ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ്. ഹരിജൻ സേവക് സംഘിന്റെ ആദ്യത്തെ പേര് ഇതാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൻസറബിൾ ആണ്. ഇറ്റ് ഈസ് ബൈ ഗാന്ധിജി ഓൺലി. സോ വി വിൽ കം അപ്പ് വിത്ത് ദിസ് ഡൽഹി 1, 2 and 3. ഒരു കാര്യം പോയിന്റ് ആഡ് ചെയ്യണം സാറേ, അൺടച്ചബിലിറ്റി. ആരായിരിക്കും അൺടച്ചബിലിറ്റിയുടെ ഒരു ലീഡർ ആയിട്ട്? അംബേദ്കർ എന്നൊക്കെ പറയാം. എന്നിരുന്നാലും അൺടച്ചബിലിറ്റിക്ക് വേണ്ടി ഹരിജൻ സാർ നേരത്തെ പറഞ്ഞ ഹരിജൻ സേവക് സംഘ് സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാൻ ഗാന്ധിയാണ്. സേഫ് ടു അസ്യൂം. ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുള്ളത് സാറേ, ഇത് 2025 ഡയറക്ട് ക്വസ്റ്റൻ ആയിരുന്നു. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരാന്നുള്ളത്. അപ്പൊ അതാണ് PYQ ചെയ്യുന്നതിന്റെ ഒരു ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ്. ഡയറക്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ എന്തായിട്ട് മാറ്റി? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ബിക്കോസ് PYQs നിങ്ങളൊരു 15 വർഷം ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാണ്ട് repeatedly UPSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന തീംസിൽ നിങ്ങൾ മാസ്റ്റർ ആവാം. UPSC will definitely, even though the same question is not repeated, the themes are repeated. So by solving this you will get an idea എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. So again I think there is a question. സ്വദേശി മൂവ്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. It contributed to revival of indigenous artisan crafts and industries. National Council of Education was established as a part of Swadeshi movement. നമുക്ക് സസ്പെക്ട് ചെയ്യാൻ ഒന്നുമില്ല. സ്വദേശി എന്നൊരു കോൺസെപ്റ്റ് അണ്ടർസ്റ്റുഡ് ആണ്. ഇവനിപ്പോ അറിയില്ലെങ്കിലും സ്വദേശി എന്നൊരു കോൺസെപ്റ്റിൽ ഒബിയസ്ലി ദർ ഈസ് റിവൈവൽ ഓഫ് ഇൻഡിജീനിയസ് ആർട്ടിസൺ. ബിക്കോസ് ബ്രിട്ടീഷിന്റെ ബോയ്കോട്ട് ചെയ്യുമ്പോൾ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ ദർ ഈസ് റിവൈവൽ ഇൻ സ്വദേശി. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ, ഇത് ഗുഡ്സ് മാത്രമല്ല, സർവീസസ്, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ ആവാം, അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ആവാം. ഓവറോൾ എന്താ പറയുക, ഈ സർവീസസിന്റെയും കൂടി ട്രഡീഷണൽ ഇൻഡിജീനിയസ് സർവീസസിന്റെയും കൂടി റിവൈവൽ ആണ്. സോ നാഷണൽ കൗൺസിൽ, വെൻ വി ബോയ്കോട്ട് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ, there is revival of national education. So that is part of Swadeshi. പേര് തന്നെ നോക്ക്, നാഷണൽ. നേഷൻ എന്ന് പറയുമ്പോൾ നേഷൻ,
നമ്മൾ തന്നെ ഒരു നേഷൻ ആയിട്ട് മൂവ് ചെയ്യണം എന്നുള്ളത് എന്തായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്, സ്വദേശി എന്നുള്ള വാക്കായിട്ട് കുറെ കൂടെ കോറിലേറ്റ് ആയി വേണം. എനിക്ക് ലോജിക്കലി അത് ഭയങ്കര അടുത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്. Exactly. So there is nothing, as you said, nothing to suspect about. We'll go with 1 and 2 and both 1 and 2. Both 1 and 2. In your question, colonial rule, which is British colonial rule, Gandhi was instrumental in abolition of the system of endangered labor. Chelmsford War Conference, Gandhiji did not support the resolution on recruiting Indians for World War. Chelmsford, World War, this is World War I timeline. Yes. Consequent upon the breaking of Saldo by Indian people, the National Congress declared illegal by the colonial rulers. So, ഇത് മാത്രം നോക്കുക. Actually, ഈ ചെംസ്ഫോർഡിന്റെ വാർ എഫേർട്ടിലൊക്കെ ഗാന്ധിജി ആക്ച്വലി ഹീസ് എ റിക്രൂട്ടർ, ഹീസ് എ സപ്പോർട്ടർ. ഗാന്ധിജി ഇനീഷ്യലി അദ്ദേഹത്തിന്റെ പോളിസി എന്ന് പറയുന്നത് ബ്രിട്ടീഷിനോട് മാക്സിമം ലോയൽ ആയിട്ട് നിന്ന് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക. ഇനീഷ്യലി ഹി ബിലീവ്ഡ് ഇൻ ദാറ്റ് സിസ്റ്റം ബിഫോർ ജാലിയൻ വാലാബാഗ്. യെസ്, അദ്ദേഹം ചിന്തിച്ചത് വി ഹൗ ടു സപ്പോർട്ട്. അതുകൊണ്ടായിരുന്നു ആനി ബസന്റ് ഒക്കെ പുതിയൊരു സംഭവം വേണമെന്നൊക്കെ പറയുമ്പോൾ ഗാന്ധിജിനെ പോലുള്ളവരൊക്കെ ഡ്യൂറിംഗ് ദ ക്രൈസിസ് ടൈം വി ഹൗ ടു സപ്പോർട്ട് ദം. അപ്പം ഗാന്ധിജി ഡിഡ് നോട്ട് സപ്പോർട്ട് ദ വാർ എഫേർട്സ് എന്ന് പറയുന്നത് ശരിയല്ല. ഇൻഫാക്ട് ഗാന്ധിജി സപ്പോർട്ടഡ് ആൻഡ് ഹി ബിക്കം എ റിക്രൂട്ടഡ്. സോ ഇത് നേരെ കോൺട്രാസ്റ്റിംഗ് ആണ്. ബിക്കോസ് അദ്ദേഹത്തിന്റെ തോട്ട് ഇതാണ്, ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരോട് ലോയൽ ആയി നിന്നാൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് ഇവിടെ ഹോംലാൻഡിൽ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള തോട്ടാണ്. അപ്പോ ദിസ് ക്യാൻ ബി എലിമിനേറ്റഡ്. അത് എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് നേരിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തും. ശരിയല്ലേ? ചില സമയത്ത് നമ്മൾ പ്രിലിംസിൽ ഉണ്ടല്ലോ, പേഴ്സണാലിറ്റി അനാലിസിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. എക്സാക്ട്ലി. ഇപ്പൊ മൂന്നിൽ നമ്മൾ പേഴ്സണാലിറ്റീസ് കമ്പയർ ചെയ്യാം. ഗാന്ധി ഒബ്വിയസ്ലി ആർക്ക് വേണ്ടിയിട്ടായിരിക്കും നിൽക്കുക? എൻഡേഞ്ചേർഡ് ലേബേഴ്സിന് വേണ്ടി. കൊളോണിയൽ റൂളേഴ്സ് എന്തായിരിക്കും ചെയ്യുക? ബ്രേക്ക് ഡൗൺ ആയിരിക്കും ചെയ്യുക. എക്സാക്ട്ലി. ഗാന്ധി ഈ സമയത്ത് നമുക്ക് ത്രൂ ഔട്ട് ഹിസ്റ്ററി വായിച്ചാൽ മനസ്സിലാവും ഗാന്ധി എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം എപ്പോഴും പ്രശ്നം വേണ്ട നമുക്ക്. ഇവൻ ലാസ്റ്റ് സ്റ്റേജ് വേൾഡ് വാർ 2 സ്റ്റേജിലായാലും നമുക്കറിയാം, ബോസ് ഒക്കെ പറയുന്നുണ്ട് നമുക്ക് ആർമീനെ കൊണ്ടുവന്ന് മാറ്റാൻ നെഹ്റു പറയുന്നു. ഗാന്ധി പറയുമ്പോൾ ഗാന്ധി അപ്പോഴും എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ്? അപ്പൊ ഒരു പേഴ്സണാലിറ്റി അനാലിസിസ്, അവർ പേഴ്സണാലിറ്റി കൺസിസ്റ്റന്റ് ആണെങ്കിൽ, വലിയ കാര്യമായിട്ട് മാറിയില്ലെങ്കിൽ ഒരു സേഫ് ടു അസ്യൂം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ സാധനം തന്നെ നമ്മൾ മുകളിലും അപ്ലൈ ചെയ്തു. ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റിയിലേക്ക് വർക്ക് ചെയ്യാൻ സാധ്യത ആരാണ്? നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ, ഒബ്വിയസ്ലി സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ഫാക്ച്വലി അറിയില്ലെങ്കിൽ ചിലപ്പം ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളെ കറക്റ്റ് ശ്രദ്ധിക്കേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള എലമെന്റ്സ് പഠിച്ചു വെച്ചിരിക്കുക എന്നുള്ളതാണ്. ദാറ്റ് യു ഹൗ ടു ടേക്ക് കെയർ. നെക്സ്റ്റ് നമുക്കൊരു കറണ്ട് അഫയേഴ്സിനെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് അസേഷൻ റീസണിംഗ് ആണ്. മെനി chewing gum ഫൗണ്ട് ഇൻ ദ മാർക്കറ്റ് ആർ കൺസിഡർഡ് ആസ് എ സോഴ്സ് ഓഫ് എൻവയോൺമെന്റ് പൊല്യൂഷൻ. മാർക്കറ്റിൽ കിട്ടുന്ന ഒരുപാട് ചുവങ്ങത്തിനകത്ത് ചെറിയ തരം എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2, അതായത് അതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ടെന്ന്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് പറയും? ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് നമ്മൾ മെനി chewing gums found in the market are considered a source of environmental pollution. എന്താന്ന് പോലും പറയുന്നില്ല. എന്തെങ്കിലും ഏതൊക്കെയോ ചുവങ്കങ്ങൾ എന്താവാം, ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് എൻവയോൺമെന്റ് പൊല്യൂഷൻ. ഇങ്ങനത്തെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ അധികം എന്താവേണ്ട ആവശ്യമില്ല, ഇൻവെസ്റ്റഡ് ആവേണ്ട ആവശ്യമില്ല. സോ യു കുഡ് ബി പ്രോബബ്ലി ജനറൽ സ്റ്റേറ്റ്മെന്റ്. എക്സാക്ട്ലി. ഇറ്റ്സ് ലൈക്ക് നമുക്കറിയാം ഒരു എക്സ്ട്രീം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. രണ്ടാമത് പറയുന്നത് മെനി chewing gum contain plastic. സി എൻവയോൺമെന്റ് പൊല്യൂഷൻ തന്നെയാണ് പ്ലാസ്റ്റിക്. പിന്നെ മെനി chewing gum, ഏതെങ്കിലും ഒരു chewing gum. അതുമല്ല, മേളിൽ പറഞ്ഞേക്കുന്നതിന്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇത് പ്ലാസ്റ്റിക് ആസ് എ ഗം വേസസ്. സോ ഒബ്വിയസ്ലി ഏൻ ആൻസർ പഠിച്ചില്ലെങ്കിലും നമുക്ക് ആൻസറബിൾ ആണ്. ദെൻ കറണ്ട് അഫയേഴ്സ് ആണ്, ഇവൻ ദോ എക്കണോമി ആയിട്ട് ബന്ധപ്പെട്ട്. വിച്ച് ഓഫ് ദ അബോവ് കൺസിഡർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്? ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. മേ ബി നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഏതാണ് പെർട്ടിക്കുലർ ആയിട്ട് പഠിക്കുന്നില്ലെങ്കിലും ഇവൻ എക്കണോമിക് സർവേ ആണെങ്കിലും ബഡ്ജറ്റ് ആണെങ്കിലും ഇത് ഏതെങ്കിലും ടച്ച് ചെയ്യാൻ നമ്മൾ പോകില്ല. ഇവൻ തോ നമുക്ക് അതിനകത്ത് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിയറിയാം, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്, മോട്ടോർ വെഹിക്കിൾ, കറൻസി സ്വാപ്പ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഇതിൽ ഏതാണ്. മോട്ടോർ വെഹിക്കിൾ ഇതൊരു ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഒരു റീസെയിൽ അസറ്റ് ആണ്. എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടോ കറൻസി സ്വാപ്പോ ബോണ്ടോ ഡിബഞ്ചറോ പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് അല്ല ഏത് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്. സോ 2 പറഞ്ഞാൽ തന്നെ ആൻസർ ആയി. അൽത്താഫ് സാർ ഇവിടെ കാണിച്ചു തന്നൊരു വലിയ ട്രിക്കാണ്. നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് വരുമ്പോൾ ജനറലി ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതായത് നമ്മൾ അലൈൻ ചെയ്യുന്ന ഒരു തോട്ട് ആയിട്ട് തന്നെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പൊ സാറ് കാണിച്ചത് എന്താ വെച്ചാൽ ETF-ഉം അതുപോലെ കറൻസി സ്വാപ്പ് ഒക്കെ ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സാധനമായിട്ട് കൂട്ടുമ്പോൾ അതുപോലെ തന്നെ എനിക്ക് എന്തിനെ കൂട്ടാൻ പറ്റുന്നില്ല, മോട്ടോറിനെ കൂട്ടാൻ പറ്റുന്നില്ല. അതൊരു നല്ല ഐഡിയ ആണ്. ഇങ്ങനത്തെ ഓപ്ഷൻസ് വരുമ്പോൾ ചെക്ക് വെദർ യു ക്യാൻ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു ടാഞ്ചിബിൾ ഗ്രൂപ്പിംഗ് കിട്ടുകയാണെങ്കിൽ അത് ഉത്തരത്തിലേക്ക് എത്താൻ കുറെ കൂടെ എളുപ്പമുണ്ടാവും. ഐ തിങ്ക് സോ ആൻസർ would be safe enough to assume as 1 and 3. നെക്സ്റ്റ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ UPSC ചോദിക്കുന്നതാണ്, പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്നതാണ്.
ഭയങ്കര ജനറൽ ആണ്. ഹൗ മെനി ഓഫ് ദി എബോവ് പ്രോഡക്റ്റ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻ. ഈ പറഞ്ഞ മുകളിൽ പറയുന്ന ഏത് എലമെന്റ് ആണ് വോൾക്കാനിക് ഇറപ്ഷൻ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത്. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ എലമെന്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നില്ല. ഇത്രയും മൈന്യൂട്ടായിട്ട് നമ്മൾ പഠിക്കാനും വരുന്നില്ല. സിലബസിന് അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഐതർ എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇത് ഒരെണ്ണമായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. അത്രയും മൈന്യൂട്ടായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. ജനറൽ സ്റ്റഡീസിലാണ് പഠിക്കുന്നുള്ളൂ. സോ ആൻസർ എപ്പോഴും 4 ആണ് വരുന്നത്. ഇങ്ങനെയുള്ള കേസിൽ ഒരു പ്രോസസ്സ് എടുക്കുന്നു, അതിൻ്റെ എക്സ്പ്ലോഷൻ വളരെ മാസീവാണ്. അതിൽ നിന്ന് ഒരു എലമെന്റ് പുറത്തേക്ക് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അതിന് അത്രയും ഡീപ്പായിട്ട് നോളജ് വേണം. അതല്ലാത്ത പക്ഷം ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാം ഉണ്ടാവും. ഇതാണ് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് UPSC ഫോക്കസ് ചെയ്ത് വരുന്നത്. സോ ആൻസർ ഈസ് all 4. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ലോജിക്കൽ ബെൻഡ് എടുക്കാൻ തോന്നുന്നു. കാരണം ഈ പൈറോക്ലാസ്റ്റിക് ഡെബ്രീസ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഈ ആഷ് എന്നും ഡസ്റ്റ് എന്നുമാണ്. ഈ ആഷും ഡസ്റ്റും പുറത്ത് പോയിട്ട് ആ സാധനം സെറ്റിൽ ചെയ്യുമ്പോഴാണ് ഈ പൈറോക്ലാസ്റ്റിക് ഡെബ്രീസ് ഉണ്ടാവുന്നത്. ഇനി അതിന്റെ അകത്ത് എന്തായിരിക്കും ഉള്ളത്? നൈട്രജനും സൾഫറും ആയിരിക്കും. അപ്പൊ ഒരു പോസിബിൾ ഗ്രൂപ്പിംഗ് കിട്ടുന്നില്ല. എന്നാൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യോജിച്ച് വരുന്നുണ്ട് എല്ലായിട്ടും. ഇങ്ങനെ ആലോചിക്കുക, ആഷ് ഡസ്റ്റ് ആണ് പൈറോക്ലാസ്റ്റിക് ഡെബ്രീസ് ആയിട്ട് വരുന്നത്. ഇനി അതിന്റെ അകത്ത് പ്രോബബ്ലി നൈട്രജൻ കോമ്പോണൻസും സൾഫർ കോമ്പോണൻസും ഒക്കെ ആയിരിക്കും എന്താവുക, സെറ്റിൽ ആയിട്ട് വരിക, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് വരിക. സൾഫർ ഒക്കെ ഒബ്വിയസ്ലി ഇതിൽ അറ്റ്മോസ്ഫിയറിലേക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഹെൻസ് വി കുഡ് പ്രോബബ്ലി ഗോ വിത്ത് all 4. അതായിരിക്കണം നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ ജനറലി ഒരു പേഴ്സണാലിറ്റി അനാലിസിസ് അപ്രോച്ച്, അതുപോലെ തന്നെ ഒരു കറണ്ട് അഫയേഴ്സിലുള്ള നമ്മുടെ ഗ്രൂപ്പിംഗ് ഒക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹോപ്പ് യു ആർ ഓൾ ലൈക്കിംഗ് ദി ഇനീഷ്യേറ്റീവ്. നാളെ നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ റിവിഷൻ സെഷനും കൂടെ ഉണ്ട്. ആ റിവിഷൻ സെഷൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൺലൈൻ ലൈവ് യൂട്യൂബ് സെഷൻസ് ആയിരിക്കും. അൺടിൽ ദ നെക്സ്റ്റ് ടൈം, താങ്ക് യു. Gallant IAS, chasing your passion to ace.